ദൈവാരാധന സംഗീതമാണ്. നമ്മുടെ കുർബാന വാസ്തവത്തിൽ ഒറ്റപ്പാട്ടാണ്. സുറിയാനിയിലുള്ള ടെക്സ്റ്റുകളെല്ലാം ഒറ്റപ്പാട്ടാണ്. അവിടെ പദ്യം ഗദ്യം എന്നുള്ള തിരിവില്ല. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോഴാണ് ഗദ്യരൂപത്തിൽ കുർബാന ചെല്ലാവുന്നതും പദ്യരൂപത്തിൽ കുർബാന ചെല്ലാവുന്നതും പറഞ്ഞുള്ള വ്യത്യാസം വന്നത്. അങ്ങനെ വന്നപ്പോൾ ഏറെ ആളുകൾ പദ്യങ്ങൾ എഴുതി തുടങ്ങി. അവർക്ക് ദൈവശാസ്ത്രം അത്ര നന്നായിട്ട് അറിവുള്ളവരല്ല. ഒരുപാട് ട്യൂണുകൾ എത്രയോ തരത്തിലാണ് നമ്മുടെ ലിറ്ററേച്ചി ഇന്ന് നമ്മൾ പാടുന്നതും അനുഷ്ഠിക്കുന്നതും. അതെല്ലാം ഒരർത്ഥത്തിൽ ഒരു ഡീവിയേഷനാണ്. ഒറ്റ ടെക്സ്റ്റേ ഉള്ളൂ, അത് പ്രോസ് ടെക്സ്റ്റാണ്. നമ്മുടെ സുറിയാനി മൂലം അത് കുർബാനയും യാമപ്രാർത്ഥനയും ഒറ്റ ടെക്സ്റ്റാണ്, പ്രോസ് ടെക്സ്റ്റാണ്. അത് നമ്മൾ ആഘോഷമായ കുർബാനയ്ക്ക് അത് മുഴുവൻ നമുക്ക് പാടാം. ഒറ്റ കുർബാനയ്ക്ക് അത് മൗനമായിട്ടോ ഉച്ചത്തിലോ ചൊല്ലി തീർക്കാം. അതാണ് സുറിയാനി ക്രമം. അതിന് പദ്യം എന്ന് പറഞ്ഞ ഒറ്റ വാക്കുപോലും ആ ടെക്സ്റ്റിലില്ല. അതുകൊണ്ടാണ് ഈ കുർബാനയുടെ പ്രത്യേകത, സുറിയാനി സഭയുടെ കുർബാനകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരൊറ്റ പാട്ടാണ്. ആ പാട്ടിൻ്റെ താളമാണ് സഭയുടെയും താളം. ആ താളം എൻ്റെ താളമാക്കി ഞാൻ വേറൊരു പാട്ട് കൊണ്ടുവന്ന് പാടുമ്പോൾ നമ്മൾ സഭയുടെ താളത്തിൽ നിന്ന് തെറ്റി എൻ്റെ താളത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് നമ്മൾ സുറിയാനി കുർബാനയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അതിൻ്റെ പ്രത്യക്ഷമായ ഒരു രൂപമാണ് തൂയൈ ഈണങ്ങളെന്ന് പറഞ്ഞ് ഇട്ടിരിക്കുന്നത്. പക്ഷേ അത് പദ്യ ടെക്സ്റ്റായിട്ടാണ് നമ്മൾ വിവർത്തനം വന്നപ്പോൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കേന്ദ്ര സ്വഭാവത്തിൽ നിന്ന് കുറേ മാറിപ്പോയി. നമുക്കതൊന്നും തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ലിറ്റർജിക്കൽ മൂവ്മെൻറ്റ് ഓരോ ദിവസവും നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. വലിയ ആശ്രമങ്ങളിലായിരുന്നു ദൈവാരാധന ക്രമങ്ങളൊക്കെ രൂപപ്പെട്ടത്. ഇന്ന് ആശ്രമ പ്രസ്ഥാനം വീണ്ടും വേര് പിടിക്കുന്നുണ്ട്. ആശ്രമസ്ഥരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമായിരുന്നു ഈ ദൈവാരാധന നന്നായിട്ട് നടത്തുകയും അതിനുവേണ്ട സജ്ജീകരണങ്ങൾ എല്ലാം കണ്ടെത്തുകയും ചെയ്യുക എന്നത്. ദൈവാരാധന രൂപപ്പെട്ടതും അതിനെ സംരക്ഷിച്ചതും അതിൻ്റെ കസ്റ്റോഡിയൻസായിട്ട് എന്നും ഉണ്ടായിരുന്നതും അവരാണ്. ഇന്ന് കസ്റ്റോഡിയനായിട്ട് നിൽക്കുന്നത് ഇടവക വികാരിയാണ്. ഒരു സമൂഹത്തിൻ്റെ ലിറ്റർജിക്കൽ കാര്യങ്ങൾ നന്നായിട്ട് നടത്താൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വൈദികരാണ്. അതുകൊണ്ട് ലിറ്റർജിയിലൂടെ സഭയുടെ ആത്മീയതയുടെ മാക്സിമം മുഖം കാണാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എത്ര പഠിച്ചാലും തീരുകലാത്തൊരു വിഷയമാണ് ദൈവാരാധന ലിറ്റർജി. അതുകൊണ്ട്